നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ആരൊക്കെ ചവിട്ടി താഴ്ത്തിയാലും ആരെല്ലാം തള്ളി പറഞ്ഞാലും അവിടെ നിന്നൊക്കെ കരകയറി വൻ വിജയം കരസ്ഥമാക്കാൻ പോകുന്ന നക്ഷത്രക്കാരുടെ ഗുണങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാരുടെ എല്ലാ കഷ്ടകാലങ്ങളും എല്ലാ കഷ്ടതകളും തീർന്നു എന്ന് തന്നെ പറയാം. ഈ ഇടവം തുടക്കം തന്നെ എന്ന് വെച്ചാൽ നാളെ മുതൽക്ക് തന്നെ ഓരോരോ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു തുടങ്ങുന്നതാണ്. പലതരത്തിലുള്ള വരുമാനങ്ങൾ, പ്രതീക്ഷിക്കാത്ത ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അതിൽ നിന്ന് ലാഭം കയ്യിലെത്തുകയും അതിനാൽ സന്തോഷപ്രദമായിട്ടുള്ള ജീവിതമായിരിക്കുന്നതുമാണ്. വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളായിരിക്കുന്നതാണ്. അത്ര തന്നെ കഷ്ടത്തിൽ അനുഭവിച്ച വ്യക്തികൾ ഇനിയില്ല എന്നുള്ള അവസ്ഥയിൽ ജീവിച്ച വ്യക്തികളായിരിക്കും. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാലും പല പ്രശ്നങ്ങളാലും മനസ്സാവാച അറിയില്ല എന്ന് പറയുന്നത് പോലെ അത്ര പോലും ചിന്തിക്കാത്ത പ്രവർത്തിക്കാത്ത കാര്യങ്ങളാണ് മറ്റുള്ളവർ പറഞ്ഞ് ഓരോരോ വിഷയങ്ങൾ തലയ്ക്ക് മീതെ കൊണ്ടുവന്നു എന്ന് പറയുന്നത് പോലെ കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരുന്നു. പക്ഷേ ഇനിയുള്ള കാലങ്ങളിൽ ആ പറഞ്ഞ വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് ക്ഷമാപരാധം പറയുന്നത് പോലെ നിങ്ങളെ വലിയൊരു ബഹുമാനത്തോടു കൂടി വലിയൊരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളെ താഴ്ന്നു വീഴുന്ന് നിങ്ങളുടെ അരികിൽ വരുന്നതാണ്. താഴ്ന്നു വീഴുന്നതെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് അവർക്ക് നിങ്ങളോടൊരു മതിപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രയൊക്കെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ ഞങ്ങൾ പ്രവർത്തിച്ചല്ലോ, വളരെ തെറ്റായി പോയി എന്നുള്ള മനോഭാവത്തോടു കൂടി നിങ്ങളുടെ അരികിലേക്ക് വരുന്നതാണ്. അത്ര കണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. നക്ഷത്രങ്ങൾ ആരെല്ലാം എന്ന് വെച്ചാൽ തിരുവാതിര, പൂരം, അത്തം, ചിത്തിര, പൂരാടം, മകയിരം, പൂയം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് ഇടവമാസം മുതൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നത്. ദശാസന്ധികളും ഗ്രഹപ്പിഴയും എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാ തടസ്സങ്ങളിൽ നിന്നെല്ലാം പല പ്രശ്നങ്ങളിൽ നിന്നും പല കാര്യങ്ങൾ വളരെ കഷ്ടപ്പെട്ട് സങ്കടത്തോട് കൂടിയിട്ടുള്ള അവസ്ഥകളായിരുന്നു. എല്ലാ ദോഷങ്ങളും മുൻജന്മദോഷം എന്ന് പറയുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം ഇനി മാറ്റം നിങ്ങൾക്ക് നിശ്ചിതമായിട്ടും അനുഭവിക്കാൻ പോവുകയാണ്. ഒരുപാട് വർഷത്തെ ദുരിതങ്ങളും കഷ്ടതകളും എല്ലാം മാറുകയാണ്. അത്ര കണ്ട് നിങ്ങൾക്ക് സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളായിരിക്കും. ഈശ്വരവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. കഴിയാവുന്ന പ്രകാരം നാമജപത്തോടു കൂടി കൃത്യമായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തുക. ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വഴിപാട് ചെയ്യുക. പട്ടെടുത്ത് ചാർത്തുക എന്ന് പറഞ്ഞു, ചുവന്ന പട്ടെടുത്ത് ചാർത്തുക. ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക്, ജലധാര ഈ വഴിപാടുകൾ ശുഭമായിട്ട് നടത്തുക. എല്ലാ ദോഷദുരിതങ്ങളിൽ നിന്നും വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. അതിനാൽ ദേവീദേവന്മാരുടെ അനുഗ്രഹം കൂടി ഉണ്ടായാൽ വളരെ സന്തോഷമായിട്ടുള്ള പലതരത്തിലുള്ള ധനലാഭം വരാൻ പോകുന്ന സമയമാണ്. ഈ പറയുന്ന പ്രകാരം വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുക, ശുഭമായി വരും.